വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സാലഡാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. ഒരു ചെറിയ കഷ്ണം കുക്കുംബർ, സാലഡ് കുക്കുംബറും കുറച്ച് കുതിർത്ത പരിപ്പും അതുപോലെയുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഇത്. അതിനായിട്ട് ഒരു ചെറിയ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് കഴുകി അരമണിക്കൂർ ഒന്ന് കുതിരാൻ വയ്ക്കാം. ഒരു കുക്കുംബറിന് 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സാധാരണ നമ്മളിതിൻ്റെ കൂടെ തൈരല്ലേ ചേർക്കുന്നത്. തൈരിന് പകരം നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്. കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഒരു സാധാരണ കർണാടകയിൽ തയ്യാറാക്കുന്ന ഒരു സാലഡാണിത്. അവരിതിനെ കോസംബരി എന്നാണ് പറയുന്നത്. മിക്ക എല്ലാ സദ്യകളിലും ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഭവമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഇത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാലഡ്. നമ്മൾ സാലഡിനൊക്കെ തൈരുമൊക്കെ ഒഴിച്ചുള്ളിയും ഒക്കെ ഇട്ടല്ലേ ചെയ്യാറുള്ളത്. അതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് വെച്ചത്. അപ്പം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിരുന്ന വെള്ളരിക്ക ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യണമെന്നില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുത്താൽ മതിയാവും. ഇതാകുമ്പോൾ കുറച്ച് നീരിൻ്റെ അംശമൊക്കെ പെട്ടെന്ന് വരും നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പയറുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് മുഴുവൻ എടുത്തിട്ടില്ല. ഞാനൊരു കപ്പിൻ്റെ പകുതി 2 ടേബിൾ സ്പൂൺ കഷ്ടിച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മുറി വെള്ളരിക്ക, സാലഡ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം തിരുമ്മിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു. പച്ചമുളക് ഒരെണ്ണമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കൂടുതൽ എരിവിന് താല്പര്യമുള്ളത് കൂടുതൽ ചേർക്കാം. ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില, പിന്നെ നമുക്ക് രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടില്ല എത്ര പെട്ടെന്ന് നമുക്കൊരു സൈഡ് ഡിഷ് തയ്യാറാക്കിയതുപോലെ അല്ലേ. പുളിക്ക് നമുക്ക് ഒരു ചെറിയൊരു മുറി നാരങ്ങയുടെ നീരൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തൈരല്ലേ സാധാരണ സാലഡിന് ചേർക്കാറുള്ളത്. ഈ ഒരു സാലഡിന് ഇതാണ് ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക്, ഇത് ഓപ്ഷനിലാണ്, കടുക് വറുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കടുകൂടെ വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലുണ്ടാവും. അപ്പം പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തു. കടുകൊക്കെ മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുളക്, ഉണക്കമുളക് ചേർത്ത് ഒരു 2 കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് ഗ്യാസ് ഓഫ് ചെയ്തു നമുക്ക് സാലഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ സാലഡ് തയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം.